ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഋഷിയുടെ ഒരു ഇതായി പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഋഷി ഈ ആഴ്ചയിൽ ക്യാപ്റ്റനൊക്കെ ആയിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. പക്ഷേ അവൻ ഭയങ്കര ഉഴപ്പനും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഋഷിയെക്കുറിച്ച് എല്ലാവരും കുറ്റം പറയുന്ന ഒരു ഇതാണ്. ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ശരിക്കും ഉപയോഗിച്ചില്ല. അൻസിബിയുടെ പെപ്പറ്റായിട്ടാണ് ഋഷി നിന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് എല്ലാവരും പറയുന്നുണ്ട്. ലാലേട്ടനും അത് പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട് ഋഷി ഉപയോഗിച്ച വാക്കുകളൊന്നും ശരിയായില്ല, ഭയങ്കര മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അൻസിബയുടെ പെപ്പറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അൻസിബ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ചിട്ടാണ് ഋഷി അവിടെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഋഷിക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കണക്കിന് കിട്ടുന്നുണ്ട്. ഋഷി ഒറ്റയ്ക്ക് നിന്നിട്ടല്ല കളിക്കുന്നുണ്ടായിരുന്നത്. ഇതേ സ്ഥാനത്ത് ജിൻഡോ ആയിരുന്നപ്പോഴും ഋഷി ഉൾപ്പെടെ കുറ്റം പറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പോൾ എന്തായാലും ഋഷി നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നില്ല ഈ ആഴ്ചയിൽ എന്തായാലും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്തായാലും കണക്കിന് നല്ലപോലെ കിട്ടുന്നുണ്ട്. അതുപോലെ ഋഷിൻ്റെ വാക്കുകൾ ഭയങ്കര മോശമായിരുന്നു. പുറത്തോട്ട് വരുന്ന ഓരോരോ വാക്കുകളും ഭയങ്കരമായിട്ടുള്ളൊരു മോശമായിരുന്നു. അപ്പോൾ അതിനെതിരെ എല്ലാ ലാലേട്ടൻ നല്ലപോലെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഋഷിക്ക് ശരിക്ക് കിട്ടും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എടി വാടി പോടി എന്നൊക്കെയാണ് പറയുന്നത് എന്ന് എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ശരിക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും എന്തോ ഒരു ഇത് വെച്ചിട്ടാണ് ഋഷി സംസാരിക്കുന്നത്. അൻസിബ പറയുന്ന പോലെ മാത്രമാണ് അവിടെ കാണിക്കുന്നതും ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതിനെന്തായാലും എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.